അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, 6-ാം അധ്യായം 51-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്: വ അൻജിർ ബിഹി അല്ലദീന യഖാഫൂന അൻ യുഹ്ശറു ഇലാ റബ്ബിഹിം ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ശഫീഉൻ ലഅല്ലഹും യത്തഖൂൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിനെ ഭയപ്പെടുന്നവരായ ജനതയോട് പ്രവാചകരെ അങ്ങ് മുന്നറിയിപ്പ് നൽകണം. നാളെ അവർക്ക് അവൻ്റെ അടുക്കൽ ഒരു രക്ഷാധികാരിയോ ഒരു ശുപാർശകനോ ഉണ്ടാവുകയില്ല എന്ന്. എങ്കിൽ അവർ സൂക്ഷ്മാലുക്കളായേക്കാം. ഇതിങ്ങനെ സൂചിപ്പിക്കുവാനുള്ള കാരണം, അള്ളാഹുവിനെ കൂടാതെ ആരാധനകൾ സമർപ്പിക്കുകയും വിഗ്രഹങ്ങളോടും ബിംബങ്ങളോടും മരിച്ച് മൺമറഞ്ഞു പോയ സാദാത്തുക്കളും നേതാക്കളുമായിട്ടുള്ള ആളുകളോടുമൊക്കെ തങ്ങളുടെ ആവലാദികളും വേവലാദികളും വിഷമതകളും സമർപ്പിക്കുന്നവരായ ജനതതി ധരിച്ചു വച്ചിരിക്കുന്നത് ഇവരെല്ലാവരും അള്ളാഹുവിലേക്ക് ഇവരെ അടുപ്പിക്കുവാൻ അവർ കാരണക്കാരാണ് എന്ന ധാരണയിലാണ്. അവർ അള്ളാഹുവിനെ ഒരർത്ഥത്തിൽ വാഴ്ത്തുന്നു എന്നതാണ് അവരുടെ വിശ്വാസം. എന്നാൽ തികച്ചും അള്ളാഹുവിനെ അവർ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അള്ളാഹുവിൻ്റെ അറിവ് അത് സമ്പൂർണ്ണമാണ്, അവൻ്റെ അധികാരം നിരുപാധികമാണ്, അവൻ്റെ കഴിവുകൾ പൂർത്തീകരിക്കപ്പെട്ടവകളാണ്. അതിനപ്പുറത്ത് ഇനി ഒരാൾക്കും ഒരു കഴിവോ അറിവോ ഒന്നുമില്ലതാണ്. എന്നാൽ ഭൗതിക തലത്തിൽ ഒരു രാജാവിനെ പ്രാപിക്കുന്നിടത്ത്, ഒരു മന്ത്രിയെ പ്രാപിക്കുന്നിടത്തും നമ്മളെക്കാൾ മേലെയുള്ള ഒരാളുടെയും ഈ മന്ത്രിയുടെ രാജാവിൻ്റെ താഴെയുള്ള ഒരാളുടെയൊക്കെ സഹായം ഒരുപക്ഷെ വേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ നമ്മളാകുന്ന വ്യക്തികളെ സംബന്ധിച്ച രാജാവിൻ്റെയും മന്ത്രിയുടെയൊക്കെ അറിവുകൾ തുലവും പരിമിതമാണ്, അറിവില്ലായ്മയാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഓരോരുത്തരെയും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വ്യാപ്തി അതിവിശാലമാണ്. ഭൗതിക സാഹചര്യത്തിലുള്ളവരുടെ അറിവിൻ്റെ വ്യാപ്തിയാകട്ടെ വളരെ സങ്കുചിതവുമാണ്. ആയതിനാൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാനും ആരാധനകൾ സമർപ്പിക്കുവാനും രക്ഷാധികാരിയായി തിരഞ്ഞെടുക്കുവാനും എല്ലാം നമുക്ക് അള്ളാഹുവിനെ മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ അത് സമർപ്പിക്കുവാനും പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ അത് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അള്ളാഹുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാകും. അത് അള്ളാഹുവിൻ്റെ കോപത്തിനും ക്രോധത്തിനുമെല്ലാം കാരണമായി തീരുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആരാധനകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുന്നവരായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.